എല്ലാവർക്കും നമസ്കാരം. ടെല PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ആയിരിക്കുകയാണല്ലേ, 5 മണിയായിട്ട് എല്ലാവരും കുളിച്ചില്ല അതറിയില്ല, റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 5 AM സീരീസിനകത്ത് എക്കണോമിക്സ് ആണ് ചർച്ച ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 2026-27 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് പോയാലുള്ള ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രാവിലെ 5 മണിക്ക് എണീറ്റ് നിൽക്കുന്ന നിങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവിധ ഊർജ്ജത്തോടു കൂടിയുമായിരിക്കണം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഉറങ്ങി തൂങ്ങിയൊന്നും അറ്റൻഡ് ചെയ്യരുത്, നല്ല ജില്ലിനെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ബഡ്ജറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ SCERTയിൽ ബഡ്ജറ്റിന്റെ ഒരു ഉത്ഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. ഏത് വാക്കിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞേ? ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. നോട്ട് ചെയ്യണം, ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഉത്ഭവിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. സഞ്ചി എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ ചെറിയ സഞ്ചി എന്നൊക്കെയാണ് അതിന്റെ ഈ പറയുന്ന അർത്ഥം എന്ന് പറയുന്നത്. ബഡ്ജറ്റിന്റെ ഉത്ഭവത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT 7ാം ക്ലാസ്സിനകത്ത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം, അതായത് SCERT രണ്ടാമത്തെ ഭാഗത്തിനകത്ത് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ കൃത്യമായി പറയുന്നുണ്ട് ബോഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഉത്ഭവിച്ചിരിക്കുന്നത്. ചെറിയ സഞ്ചി എന്നൊരു അർത്ഥത്തിലാണ് ആ വാക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബഡ്ജറ്റ് എന്ന പദം എന്ത് ചെയ്തിരിക്കുന്നത്, രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി ബഡ്ജറ്റിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11ാം നൂറ്റാണ്ടിലാണ് ബഡ്ജറ്റിന്റെ ആദ്യത്തെ അവതരണം. ഏത് നൂറ്റാണ്ടിലാണ് പറഞ്ഞോടാ? 11ാം നൂറ്റാണ്ടിലാണ്. ഇന്ത്യയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടൊരു ബഡ്ജറ്റ് അവതരണമൊക്കെ നടക്കുന്നത് 11ാം നൂറ്റാണ്ടിലാണ് എന്നുള്ള വസ്തുത ടെക്സ്റ്റിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. 11ാമത്തെ നൂറ്റാണ്ടിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് RK ഷൺമുഖം ചെട്ടിയാണ് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട് നമ്മുടെ കയ്യിൽ, അത് RK ഷൺമുഖം ചെട്ടിയാണ്. അപ്പൊ ആദ്യത്തെ സ്ലൈഡിനകത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോഗറ്റ് എന്ന വാക്കാണ്. ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ആ വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ചെറിയ സഞ്ചി എന്ന അർത്ഥം വരുന്ന വാക്കാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്തത് സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ബാഗ് എന്നൊരു അർത്ഥത്തിലാണ് ബഡ്ജറ്റ് എന്ന പദം എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. 11ാം നൂറ്റാണ്ടിലാണ് നമുക്ക് ബഡ്ജറ്റ് അവതരണത്തിന്റെ ചരിത്രം പരിശോധിക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ അവിടെ മുതൽ അതിന്റെ ഒരു ചരിത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് RK ഷൺമുഖം ചെട്ടി. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. നമുക്കറിയാം അല്ലെ, ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് നിർമ്മല സീതാരാമനാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, നിർമ്മല സീതാരാമൻ അല്ല ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? മൊറാർജി ദേശായി ആണ് അല്ലെ. ആരാണ്? മൊറാർജി ദേശായി ആണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് അവതരിപ്പിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് ആര് പറയാം? P. ചിദംബരം പറയാം അല്ലെ. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ P. ചിദംബരമാണ്. P. ചിദംബരത്തോടൊപ്പം ആരും ഉണ്ട്? നിർമ്മല സീതാരാമനുണ്ട്. നിർമ്മല സീതാരാമന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് 9 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. തുടർച്ചയായിട്ട് 9 തവണയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എത്രയാണ്? 9 തവണയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രണബ് മുഖർജി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 തവണയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഏഴാമത്തെ പോയിന്റ്, 7 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള യശ്വന്ത് സിൻഹ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി മൻമോഹൻ സിംഗിലേക്ക് വരികയാണെങ്കിൽ മൻമോഹൻ സിംഗ് 6 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ് അടുത്തിടെ അന്തരിച്ചതുകൊണ്ട് മൻമോഹൻ സിംഗ് എത്ര തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ള പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ
ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ്? RK ഷൺമുഖം ചെട്ടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? മൊറാർജി ദേശായി ആണ്. രണ്ടാം സ്ഥാനത്ത് 2 പേരുണ്ട്, നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് 9 തവണ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത മറ്റൊരു പോയിന്റാണ് P ചിദംബരവും 9 പ്രാവശ്യമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് പ്രണബ് മുഖർജിയുണ്ട്. 4-ാം സ്ഥാനത്ത് യശ്വന്ത് സിൻഹയുണ്ട്. 5-ാം സ്ഥാനത്ത് മുൻ പ്രധാനമന്ത്രി കൂടിയായ ഈ പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോട്ട് ചെയ്യണം കേട്ടോ. പ്രധാനമന്ത്രിയായിരിക്കെ 1970-71 ബഡ്ജറ്റ് ആര് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കറിയാം 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ് അല്ലേ. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് 1970 ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഇന്ദിരാഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഓക്കെ ആണ്. അപ്പോൾ ആദ്യ സ്ലൈഡിനകത്ത് നമ്മൾ ബഡ്ജറ്റിന്റെ ഉത്ഭവമാണ്. രണ്ടാമത്തത് ബഡ്ജറ്റ് അവതരണം, എത്ര പേര് എത്ര പ്രാവശ്യം എന്നുള്ള പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. 2019 135 മിനിറ്റ് ആയിരുന്നു ബഡ്ജറ്റിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. 2020 160 മിനിറ്റ് ആയിരുന്നു അല്ലെ. അപ്പോൾ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റുകളിൽ ഏറ്റവും ദൈർഘ്യമാർന്ന ബഡ്ജറ്റ് ഏത് വർഷത്തെ? 2020 എന്നുള്ളത് നോട്ട് ചെയ്യുക. 2021 വരുമ്പോൾ 110 മിനിറ്റ്, 2022 വരുമ്പോൾ 92 മിനിറ്റ്, 2023 വരുമ്പോൾ 87 മിനിറ്റ്, 2024 വരുമ്പോൾ 57 മിനിറ്റ്, 2024 തന്നെ 2 തവണ, അതായത് ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നു 57 മിനിറ്റ്, അത് കഴിഞ്ഞ് മെയിൻ ബഡ്ജറ്റ് 85, അത് കഴിഞ്ഞ് 2025 74 മിനിറ്റ്, 2026 അടുക്കുമ്പോഴത്തേക്കും 85 മിനിറ്റ്. അങ്ങനെ ഇത്രയുമാണ് നിർമ്മല സീതാരാമന്റെ മിനിറ്റ് കണക്കുകൾ. അതുകൂടെ നോട്ട് ചെയ്യുക. ഇത്തവണത്തത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എത്ര മിനിറ്റാണ് കുഞ്ഞുങ്ങളെ? 85 മിനിറ്റ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഓക്കെയാണ്. അപ്പോൾ ഈ സ്ലൈഡിനകത്ത് നിന്നും നമുക്ക് കുറേ പോയിന്റുകൾ ലഭ്യമായിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം? ബഡ്ജറ്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. ആർട്ടിക്കിൾ 112 ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പറയുന്നത് അല്ലെ. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് 112 പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റായിട്ട് പറയുന്നത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ ധനനയത്തെ സൂചിപ്പിക്കുന്ന, ഫിസ്ക്കൽ പോളിസിയെ സൂചിപ്പിക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എന്ത് പോളിസിയെ പറയുന്നതാണ്? ഫിസ്ക്കൽ പോളിസി അല്ലെ. ഗവൺമെന്റിന്റെ ധനനയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരണത്തിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ബഡ്ജറ്റ് അവതരണത്തിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. എപ്പോഴും നമ്മൾ ഒരു ബഡ്ജറ്റ് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം അല്ലെ. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്താക്കണം? നമ്മൾ ഡിസ്കസ് ചെയ്യണം, പൊതുവായ ചർച്ച. അപ്പോൾ ആദ്യം അവതരണമാണ്, രണ്ടാമതായിട്ട് പൊതുവായിട്ടുള്ള ചർച്ചയാണ്. ഇനി മൂന്നാമത്തതിലേക്ക് പോവുകയാണ് സ്ക്രൂട്ടണി എന്ന് നമ്മൾ പറയും. സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്ന് നമ്മൾ പറയും. എന്ത് ചെയ്യുക? സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് ബഡ്ജറ്റ് ഓരോ മന്ത്രാലയങ്ങളും ഓരോ വകുപ്പുകളും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് വയ്ക്കും അല്ലെ. എന്നിട്ട് ആ ആവശ്യങ്ങൾ പിന്നീട് വോട്ടിനായി ഇടപെടും. അതാണ് വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ്. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും എല്ലാം അവരുടെ ഡിമാൻഡുകൾ, ഗ്രാൻഡിന് വേണ്ടിയുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കും. അത് പിന്നീട് സ്പീക്കറിന്റെ തീരുമാനപ്രകാരം വോട്ടിങ്ങിന് വരുന്ന ഒരു സാഹചര്യം പാർലമെന്റിലുണ്ട്. എസ്പെഷ്യലി അല്ല, ലോക്സഭയിലാണ് അത് എന്ത് ചെയ്യുക? വോട്ടിന് വെക്കുക. ഓക്കെ. ഇനി എല്ലാ വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ഒരുമിച്ചല്ല ഇടുക, മന്ത്രാലയം വൈസാണ്, മിനിസ്ട്രി വൈസായിരിക്കും വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് വോട്ടിനിടുക. ഒരു നിശ്ചിതമായ സമയം അതിന് കൊടുത്തിട്ടുണ്ടാവും വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സിന് വേണ്ടിയിട്ട്. ആ സമയത്തിന്റെ അവസാന ദിവസം പെൻഡിംഗ് ഉള്ള, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എല്ലാ വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സും സ്പീക്കർ എന്തിനിടും? വോട്ടിനിടും. അതിനെയാണ് നമ്മൾ ഗുലിട്ടോൺ എന്ന് വിളിക്കുക കേട്ടോ, ഗുലിറ്റൈൻ എന്ന് വിളിക്കും. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ടേമാണ്. ഭരണഘടനയിൽ നിങ്ങളത് ചർച്ച ചെയ്യും. അപ്പോൾ അത് അവിടെ പഠിച്ചാൽ മതി. ജസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അപ്രോപ്രിയേഷൻ ബില്ലാണ് പാസ്സാക്കുക. അതായത് ഗവൺമെന്റിന് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ഗവൺമെന്റിന്റെ ഇൻകം ഒക്കെ ഈ പറയുന്ന റവന്യൂ അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡ് എല്ലാം അതിനകത്തായിരിക്കും ഉൾപ്പെടുക. ഉദാഹരണത്തിന് ഗവൺമെന്റ് ലോണുകൾ റേസ് ചെയ്യുകയാണ്, അത് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിലായിരിക്കും പോവുക. ടാക്സ്, നോൺ ടാക്സ് വരുമാനമെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലായിരിക്കും വരിക.
ട്രഷറി ബിൽ എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. RBI അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് പുറത്തിറക്കുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ട്രഷറി ബില്ലുകൾ മുഖാന്തരം ലഭ്യമാകുന്ന പണവുമെല്ലാം ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്തായിരിക്കും ഉണ്ടാവുക. ഭരണഘടനയിലെ 266 ആർട്ടിക്കിളിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റിയിട്ടുള്ള പരാമർശമുള്ളത്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വിനിയോഗിക്കുന്നതിനായിട്ട് ഗവൺമെന്റിന് ഒരു ഓതറൈസേഷൻ ആവശ്യമാണ്. ആ ഓതറൈസേഷൻ നൽകുന്ന ബില്ലാണ് അപ്രോപ്രിയേഷൻ ബില്ല്. ആർട്ടിക്കിൾ 114 അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റിയിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഇനി അപ്രോപ്രിയേഷൻ ബില്ല് കഴിഞ്ഞതിന് ശേഷം അവസാനമായി ഫിനാൻസ് ബില്ല് പാസ്സാക്കുകയാണ് ചെയ്യുക. ഇതാണ് 6 സ്റ്റെപ്പുകൾ. ബഡ്ജറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന 6 സ്റ്റെപ്പുകൾ. ഏറ്റവും പ്രധാനമായും നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം അത് പൊതുവായ ചർച്ചയുടെ ഭാഗമാകുകയും പിന്നീട് സ്ക്രൂട്ടണിയുടെ ഭാഗമാവുകയും അതിനെല്ലാം ശേഷം വോട്ട് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ഉണ്ടാവുകയും പിന്നീട് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുകയും ഫൈനലായിട്ട് ഫിനാൻസ് ബില്ലിലേക്ക് അത് വരികയും ചെയ്യും. ഇങ്ങനെയാണ് ബഡ്ജറ്റിന്റെ ഒരു അവതരണ ശൈലി എന്ന് പറയുന്നത്, ഒരു അവതരണ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും. ഇനി ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ +2 SCERT/NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അലോക്കേഷൻ ആണ്. നിങ്ങൾ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ഓരോ മേഖലയ്ക്ക് ഇത്രയാണ്, ഓരോരോ കാര്യങ്ങൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് അലോക്കേറ്റ് ചെയ്ത് മാറ്റിവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബഡ്ജറ്റിന് എപ്പോഴും ഒരു അലോക്കേഷൻ ഫംഗ്ഷൻ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ടാക്സ് റേറ്റുകൾ വർദ്ധിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന ടാക്സുകൾ എന്ത് ചെയ്യപ്പെടുക, ഫിക്സ് ചെയ്യപ്പെടുക. വരുമാനം കൂടുതലുള്ളവർ കൂടുതൽ ടാക്സ് നൽകണം. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വരുമാനത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു റീഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബഡ്ജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇത് നമുക്ക് ഏത് ടെക്സ്റ്റിൽ കാണാനായിട്ട് സാധിക്കും? ഇവിടെ +2 ടെക്സ്റ്റിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ബഡ്ജറ്റിന്റെ കോമ്പണൻസ് ഒക്കെ, അതൊക്കെ ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നതാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് 2 എണ്ണമാണ്: റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റിനകത്ത് റവന്യൂ റെസീപ്റ്റുകളും റവന്യൂ എക്സ്പെൻഡിച്ചറുകളും ഉണ്ടാവും. ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ക്യാപിറ്റൽ റെസീപ്റ്റുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടാകും. ഇതൊക്കെ ബഡ്ജറ്റിന്റെ കോമ്പണൻസ് ആണ്. ഇതെല്ലാം നമ്മൾ പിന്നീടൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ പറയാനാണ് നമുക്ക് ഇന്ന് സമയമുള്ളത്. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ് പിന്നീട് ഒരിക്കൽ നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇന്ത്യയും ബഡ്ജറ്റും എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് കിടക്കാം. വലിയൊരു പടം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആ പടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ആദ്യം നോക്കുക, 7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ് റെയിൽ ഇടനാഴികൾ? മുംബൈ പൂനെ ഒരെണ്ണമുണ്ട്, പൂനെ ഹൈദരാബാദ് മറ്റൊരെണ്ണമുണ്ട്, ഹൈദരാബാദ് ബംഗളൂരു മറ്റൊരെണ്ണമുണ്ട്, ചെന്നൈ ബംഗളൂരു ഒരെണ്ണമുണ്ട്, ഹൈദരാബാദ് ചെന്നൈ ഒരെണ്ണമുണ്ട് അല്ലെ? ഡൽഹി വാരണാസി ഉണ്ട്, വാരണാസി സിലിഗുരി ഉണ്ട്. സിലിഗുരി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അതിവേഗ റെയിൽ ഇടനാഴികൾ എന്ന് പറയുന്നത്. ഇനി മൗണ്ടൻ ട്രെയിനുകൾ എവിടെയൊക്കെയാണ് നോക്കാം നമുക്ക്. രണ്ടാമതായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. ഇതൊക്കെയാണ് മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇനി പക്ഷി നിരീക്ഷണ പാത എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. പുലിക്കാട്ട് തടാകവുമായി ബന്ധമുള്ളതാണ്. അത് തമിഴ്നാടും ആന്ധ്രാപ്രദേശുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കടലാമ സംരക്ഷണ പാത എവിടെയൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എവിടെയൊക്കെയാണ് കടലാമ സംരക്ഷണ പാത എന്ന് പറയുന്ന? അത് ഒഡീഷയിലുണ്ട്, കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്. അങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് അല്ലേ? ഒഡീഷയിലുണ്ട്, കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്. അങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് ഈ പറഞ്ഞ കടലാമ സംരക്ഷണ പാത നിലവിൽ വരാൻ പോകുന്നത്. ഇനി ബുദ്ധിസ്റ്റ് സർക്യൂട്ടിനെ പറ്റി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അരുണാചൽ പ്രദേശ്, സിക്കിം ഉണ്ട്, ആസാം, മണിപ്പൂർ, മിസോറാം ആൻഡ് ത്രിപുര. ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, ബുദ്ധനുമായി ബന്ധമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 6 സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അരുണാചലുണ്ട്, സിക്കിം ഉണ്ട്, ആസാം, മണിപ്പൂർ, മിസോറാം ആൻഡ് ത്രിപുര. ഇനി ലാസ്റ്റ് ഉള്ളത് അപൂർവ ധാതു ഇടനാഴിയാണ് അല്ലെ? അപൂർവ ധാതു ഇടനാഴിയാണ്. അത് കേരളമുണ്ട്,
തമിഴ്നാടുണ്ട്, ആന്ധ്രയുണ്ട്, ഒഡീഷയുണ്ട്. ഈ 4 സ്ഥലങ്ങളാണ് ഉള്ളത് പ്രധാനമായും. കേരള, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് ഓർക്ക് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ഒരു നോട്ടിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. പുതിയ അതിവേഗ റെയിൽ ഇടനാഴികളെ പറ്റിയും മൗണ്ടൻ റെയിലിനെ പറ്റിയും പക്ഷി നിരീക്ഷണ പാതയെ പറ്റിയും കടലാമ സംരക്ഷണ പാതയെ പറ്റിയും ബുദ്ധിസ്റ്റ് സർക്യൂട്ടിനെ പറ്റിയും അപൂർവ ധാതു ഇടനാഴികളെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ മേഖലകൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 7 തന്ത്രപ്രധാന മുൻനിര മേഖലയിലെ നിർമ്മാണം ശാക്തീകരിക്കാനും ഈ രംഗത്തെ ആഗോള ശക്തിയാക്കാനും ലക്ഷ്യമിടുന്നതാണ് ബഡ്ജറ്റ്. ഏതൊക്കെയാണ് ആ മേഖലകൾ നോക്കാം. ബയോഫാർമ, ചിപ്പ് ഉപകരണ നിർമ്മാണം, ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണം, അപൂർവ ധാതു ഖനനം, മരുന്ന് നിർമ്മാണം, കണ്ടെയ്നർ നിർമ്മാണ കേന്ദ്രങ്ങൾ, മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ. ഇങ്ങനെ ഒരു 7 മേഖലകൾക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്ത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഏതൊക്കെ മേഖലകൾക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇനി എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടുന്നത്, എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയുന്നത് എന്ന കാര്യത്തെപ്പറ്റി നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും, പ്രമേഹ മരുന്നുകൾക്ക് വില കുറയും, സമുദ്ര വിഭവങ്ങൾക്ക് വില കുറയും, വിദേശ ടൂറിസം, വിദ്യാഭ്യാസ പാക്കേജുകൾ അതിന് വില കുറയും, തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും, സ്മാർട്ട് ഫോണുകൾക്ക് വില കുറയും, ഇവി ബാറ്ററികൾ, സോളാർ പാനലുകൾ മുതലായവയ്ക്ക് റേറ്റ് കുറയും, മൈക്രോവേവ് ഓവനുകൾ, കായിക ഉപകരണം, ലിഥിയം ബാറ്ററി ഘടകങ്ങൾ, വിമാന നിർമ്മാണ ഉപകരണങ്ങൾ, ആണവോർജ്ജ പദ്ധതിക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ, വീഡിയോ ഗെയിം നിർമ്മാണ സാമഗ്രികൾ. ഇത്രയും കാര്യങ്ങൾക്ക് വില കുറയും, ചെലവ് കുറയും എന്നുള്ളത് ഈ ബഡ്ജറ്റിനകത്ത് പരാമർശിക്കുന്ന കാര്യമാണ്. ഇനി വില കൂടുന്നത് എന്തിനൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിദേശ നിർമ്മിത മദ്യം, ആഡംബര വാച്ചുകൾ, സിഗരറ്റ്, പാൻ മസാല, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ, കോഫി റോസ്റ്റിംഗ്, ബ്രൂയിങ്, വെൻഡിംഗ് മെഷീനുകൾ, വളങ്ങൾ, ലോഹ ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന നാഫ്ത. ഇപ്പം ഇത്രയും കാര്യങ്ങൾക്കായിരിക്കും എന്ത് കുറയുക, ഈ പറയുന്ന നമ്മുടെ റേറ്റ് കുറയല്ല, കൂടുക. റേറ്റ് കുറയുന്നത് നമ്മൾ ഒരു സൈഡിൽ ചർച്ച ചെയ്തു. ഇനി റേറ്റ് കൂടുന്ന കാര്യമാണ് നമ്മൾ അപ്പുറത്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകാം. ഭാരത് വിസ്താർ എന്ന് പറയുന്ന ഭാരത് വിസ്താർ അതൊരു ഓൺലൈൻ സംയോജിത സംവിധാനമാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് ഓൺലൈൻ സംയോജിത സംവിധാനമാണ്. ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ കാർഷിക വിഭവ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതായത് കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. കർഷകരെ പര്യാപ്തമാക്കൽ, മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, കൃഷിയിലെ നഷ്ടസാധ്യത കുറയ്ക്കുക, അത്തരം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് AI അതായത് നിർമ്മിത ബുദ്ധിയുടെ സഹായവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭാരത് വിസ്താർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ സംയോജിത സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കേന്ദ്ര കാർഷിക ഗവേഷണ കൗൺസിൽ പാക്കേജിനെയും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വഴി ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്ന ബഹുഭാഷാ സംവിധാനം. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, മെച്ചപ്പെട്ട തീരുമാനമെടുക്കൽ, കർഷകരെ പര്യാപ്തമാക്കൽ, കൃഷിയിലെ നഷ്ടസാധ്യതകൾ കുറയ്ക്കുക. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ശക്തി എന്ന് പറയുന്നത്. അർബുദം, പ്രമേയം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന പദ്ധതി. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഏത് പദ്ധതി എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്ന പദ്ധതി. ഏതാ പദ്ധതി, ശക്തി എന്ന് പറയുന്ന പദ്ധതി. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഫലം നൽകുന്നവയാണ് ഈ വിഭാഗം മരുന്നുകൾ. കുറച്ച് മരുന്നുകളുടെ കാര്യമൊക്കെയാണ് ശക്തിയിൽ എന്ത് ചെയ്യുന്നത്, പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. കൊക്കോയും കശുവണ്ടിയും പ്രീമിയം ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ കൊക്കോയും കശുവണ്ടിയും പ്രീമിയം ലെവലിലേക്ക് എത്തിക്കുക. അതായത് അസംസ്കൃത കശുവണ്ടി, കൊക്കോ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് 2030 കൂടിയാണ് കേട്ടോ. 2030 പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ചന്ദന ആവാസ വ്യവസ്ഥയുടെ പെരുമ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് ചന്ദനം വളർത്തുന്നതിനും വിളവെടുപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ബഡ്ജറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതൊക്കെ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റി, വില കുറയുന്നതും വില കൂടുന്നതും
അതുപോലെ വിസ്താർ എന്ന് പറയുന്ന ഭാരത് വിസ്താർ എന്ന് പറയുന്ന സംയോജിത സംവിധാനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. AI ഒക്കെ സഹായത്തോടു കൂടിയാണ് കുറച്ച് കാര്യങ്ങൾ അവർ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്, അതും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശക്തി എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനെ പ്രമേഹം, അർബുദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെയാണ് കൊക്കോയും കശുവണ്ടിയും പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവരുന്നത് 2030 കൂടിയാണ്. പിന്നെ ചന്ദനത്തിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ വിളവെടുപ്പിലിനൊക്കെ പ്രോത്സാഹന പദ്ധതി ഈ പറയുന്നതിനകത്തുണ്ട്. ഇനി 2 പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ദിവ്യാംഗ് കൗശൽ യോജന എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതായത് പരിശീലന പദ്ധതികളിലൂടെയൊക്കെ ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഉപജീവന മാർഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ദിവ്യാംഗ് സഹാര യോജന എന്ന് പറയുന്ന ഒരു യോജനയുണ്ട്. അർഹരായ എല്ലാ ഭിന്നശേഷിക്കാർക്കും ഉയർന്ന നിലവാരമുള്ള സഹായോപകരണങ്ങൾ ലഭ്യമാക്കുക, അതാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യാംഗ് സഹാര യോജന എന്ന് പറയുന്നത് സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഷീമാർട്ടുകളാണ്. ഓക്കെ, അതായത് സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീ സംരംഭകർക്ക് സമൂഹ ഉടമസ്ഥതയിലുള്ള വിൽപ്പനാ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഓൺഡ് റീറ്റെയിൽ ഷോപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീമാർട്ടുകൾ സ്ഥാപിക്കുന്നത് ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പോയിന്റാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പരിശോധിക്കാം നമുക്ക്. ഓറഞ്ച് വിപ്ലവം, അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ് ഓറഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ വരും, സർവകലാശാല ടൗൺഷിപ്പുകൾ വരും, എല്ലാ ജില്ലകളിലും പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം, ഇതെല്ലാം ഈ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. മാറിയ കാലത്തിൻ്റെ തൊഴിൽ വീഥികളിലേക്ക് യുവജനങ്ങളെ നയിക്കാൻ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെട്ട അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് കോമിക്സ് മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ തുടങ്ങുമെന്ന് ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ പറയുന്നുണ്ട്. അതാണ് ഈ ഓറഞ്ച് വിപ്ലവം. ഓറഞ്ച് ഇക്കോണമി കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓറഞ്ച് ഇക്കോണമി, അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓറഞ്ച് ഇക്കോണമി അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓറഞ്ച് ഇക്കോണമിയിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെയാണ്. ഇനി ISM എന്താണ്? ഈ ISM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ISM സെമി കണ്ടക്ടർ മിഷൻ, ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 2.0 കേട്ടോ. അപ്പോൾ ഈ പറയുന്നത് പോലെ സെമി കണ്ടക്ടർ മിഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. സെമി കണ്ടക്ടർ മിഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ മിഷൻ ഓക്കെ. ഇലക്ട്രോണിക്സ് IT യുഗത്തിന് വേഗം കൂട്ടാൻ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിക്കുമെന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിയുടെ വിഹിതം 40,000 കോടി രൂപയായി ഉയർത്തും എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ, വസ്തുക്കൾ നിർമ്മിക്കുക പൂർണ്ണമായി ഇന്ത്യൻ, അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നൊക്കെ പറയും. അതൊക്കെ ടെക്നിക്കൽ ടേമുകളാണ്, അതിലോട്ടൊന്നും പോകണ്ട. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് IT യുഗത്തിന് വേഗം കൂട്ടുന്നതിന് വേണ്ടിയാണ് എന്നുള്ള പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി രൂപയുടെ വരവ് അതുപോലെ തന്നെ ചെലവ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഇതിൽ നമ്മളെല്ലാം പറയില്ല, പ്രധാനപ്പെട്ടത് മാത്രമായിരിക്കും ചർച്ച ചെയ്യുക. അതിൽ ഏറ്റവും ആദ്യം 24% നിന്ന് നമുക്ക് തുടങ്ങാം. കടമെടുപ്പാണ് അല്ലേ. ഏറ്റവും കൂടുതൽ വരവ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കടമെടുപ്പ് 24% അല്ലേ. ഓക്കെ, 24%. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻകം ടാക്സ് കേട്ടോ. ഈ 21% ആണ് ഇൻകം ടാക്സ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റേ കോർപ്പറേറ്റ് ടാക്സ് 18%. ഓക്കെ, 18%. ഇനി ഇത് രണ്ടും കൂടെ ചേർത്താൽ ഡയറക്റ്റ് ടാക്സ് എന്ന ഗണത്തിൽ 39% വരും കേട്ടോ. രണ്ടും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ GST മറ്റ് വരുമാനങ്ങളുമാണ് അടുത്ത 15%. ഓക്കെ, പിന്നെ നികുതി ഇതര വരുമാനം 10%. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും പഠിക്കുക കേട്ടോ, 24. അതുപോലെ തന്നെ ഈ ടാക്സുകൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ 39% ആകും എന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ചെലവാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ചെലവെന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൊടുക്കുക എന്നുള്ളതാണ്. 22%. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പലിശയാണ് കേട്ടോ. പലിശ 20%. ഓക്കെ, 20%.
ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം, അത് കഴിഞ്ഞാൽ 20%. ഓക്കെ, പിന്നെ ഉള്ളത് കേന്ദ്ര പദ്ധതികളാണ് കേട്ടോ. 17% കേന്ദ്ര പദ്ധതികളാണ്. ഇനി പിന്നെ ഉള്ളതെല്ലാം ചെറിയ സാധനങ്ങളാണ്. പ്രതിരോധത്തിനാണ് പിന്നെ 11%, ബാക്കിയുള്ളതെല്ലാം ഒറ്റയക്കങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം പഠിക്കുക. സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതമാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് 20%, അല്ലേ? പലിശ അടവുകളുണ്ട് 20%. പിന്നെ ഉള്ളത് നമുക്ക് പ്രതിരോധമാണ് 11%. ഓക്കെ, പിന്നെ കേന്ദ്ര പദ്ധതികളുണ്ട് 17%. ഇതാണ് നമ്മുടെ ചെലവ് പോകുന്ന രീതികൾ. വരവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതൽ വരവ് കടമെടുപ്പിലൂടെയും, പിന്നെ അത് കഴിഞ്ഞാൽ ഇൻകം ടാക്സിലൂടെയും, അത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സിലൂടെയും, രണ്ടും കൂടെ ചേർത്താൽ 39%. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ആരും രാവിലെ തന്നെ എന്ത് ചെയ്യാതെ ഡാർക്ക് അടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നതിലാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. അപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു 5 മണിക്ക്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.